ഹലോ, വെൽക്കം ടു എവരിതിങ് വിത്ത് ബേബി. വെൽക്കം ബാക്ക് ടു എവരിതിങ് വിത്ത് ബേബി. ബേബിയും ഡാഡയും മമ്മയും കൂടെ എവിടെ പോവാ നമ്മള്? നമ്മളിന്ന് പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ടാട്ടോ മെയിനായിട്ട് പള്ളിയിൽ പോകുന്നില്ല. നമ്മൾ പള്ളിയിലൊക്കെ വല്ലപ്പോഴേ പോകാറുള്ളൂ. അപ്പോൾ ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്? 33 അല്ലേ മമ്മി? 33 വർഷമായിട്ട് എന്താ ലവ് ബേർഡ്സ് ആണ്. അപ്പോൾ അവർ ആയിക്കോട്ടിനെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പള്ളിയിലൊക്കെ പോവാണ്. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞിയും ജിറ്റോയൊക്കെ വരും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഡിന്നറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ രാവിലെ നിബിന്റെ സ്പെഷ്യൽ തണ്ടൂരി ചിക്കൻ ഉണ്ട് കേട്ടോ. ആൾ അതിനുള്ള മാരിനേഷനൊക്കെ നേരത്തെ ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ബസ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ 11:30 കുർബാനയ്ക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിഗ്നൽ ക്രോസ് ചെയ്തു. ഇവിടെ നമുക്ക് സിഗ്നൽ ക്രോസ് ചെയ്യാനുള്ള പെഡസ്ട്രിയൻസിനെ ക്രോസ് ചെയ്യാനുള്ള സിഗ്നലിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്കുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും ഈ സിസ്റ്റം. അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ടുള്ള സിഗ്നൽ വരും. അതേ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അത്യാവശ്യം എന്താ പറയുക, നല്ല രീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. മിക്ക സ്റ്റേഷനുകളിലും ബസ് വരുന്ന ടൈം ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ എത്തിയില്ല. പിന്നെ എഗെയിൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറേ കൺസ്ട്രക്ഷൻസ് നടക്കുകയാണ്. ഇപ്പോൾ സിംഗപ്പൂർ കുറേ അധികം ബിൽഡിങ്സ് പുതിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടോ? ഹായ്ക്കുട്ടനെ കാണുന്ന ആളാണ് കേട്ടോ നമ്മുടെ MP. ഡോൺലി എന്നാണ് ആളുടെ പേര്. ബ്രിസ്ലൻഡ് ആണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ MP ആണ് ആൾ. ബസ്സാണത്. എങ്ങനെ ബസ് പോകുന്നേ? റൗണ്ട് ആൻഡ് റൗണ്ട് എന്ന് വന്നാണ് പോണേ. ഓ മൈ ഗോഡ്, ജമ്പ് ചെയ്യോ? കുർബാന ഒന്നും കണ്ടില്ല, ഫുള്ള് കിടന്ന് ഉറങ്ങുമായിരുന്നു. നമ്മൾ ചർച്ചിൽ വന്നിട്ട് നീ ഈശോനെ കണ്ടോ? മൊത്തം കിളി പോയിരിക്കും. AC കയറിയപ്പോ ഉറങ്ങി, AC ഇറങ്ങിയപ്പോ എഴുന്നേറ്റ് പോകുന്നു. പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നതാണ്. ഈ പള്ളി സെന്റ് ജോസഫ് ചർച്ച് ആട്ടോ. ഒരു കുന്നിന്റെ മേളിലിരിക്കുന്ന പോലെയൊക്കെയാണ് പള്ളി ഇരിക്കുന്നത്. പഴയ പള്ളിയാണ്. ഭയങ്കര പഴക്കമുണ്ട്. ഹിസ്റ്ററി ഭയങ്കരമായിട്ട് പഴക്കമുള്ളൊരു പള്ളിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന വീഡിയോയാണ്. അപ്പോൾ ഹായ്ക്കുട്ടന് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമ്മൾ ബസ് കയറി പോകണം. തേയിലായതുകൊണ്ട് ഇച്ചിരി ഹായ്ക്കുട്ടൻ ടവലൊക്കെ തൊപ്പിയാണോ ഹായ്ക്കുട്ടൻ്റെ? വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ലഞ്ച് ആട്ടോ. ഡിന്നർ വേറെ വരുന്നുണ്ട് അല്ലേ മമ്മി? വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ലഞ്ച് ആയിട്ടേ. മമ്മി ഭയങ്കര ഫോൺ അഡിക്റ്റ് ആണ്. ഫോണിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഹായ്ക്കുട്ടൻ കൊടുത്തുന്ന ജോലിയൊന്നും പോരാന്നാ മമ്മി പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. ഇത് ചിക്കൻ, മട്ടൻ, ഫിഷ്, പിന്നെ സാമ്പാർ, ചോറ്, നമ്മുടെ വാഴയിലുള്ള നല്ല നാടൻ സദ്യ പോലെ. മൈസൂർ മട്ടൺ നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. അതാണ് നമ്മൾ ഇത്തവണ ഇങ്ങോട്ട് വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാവരും ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ ഡിന്നറിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് പോയി. അപ്പോൾ നിബിൻ അവിടെ തണ്ടൂരി ചിക്കനൊക്കെ ഓവനിനകത്ത് നമ്മുടെ നമ്മുടെ ഓവനിനകത്ത് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഹായ്ക്കും വരണം കേട്ടോ. അതുകൊണ്ട് ഹായ്. അപ്പോൾ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മിൻറ്റ് സോസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിബിൻ. നമ്മൾ നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള സിമ്പിൾ ആൻഡ് ഹമ്പിൾ മിന്റ് സോസ് ആണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. മിന്റും പുതിനയും അല്ല മിന്റും പുതിന ഒന്നാണല്ലോ. മിന്റും ഇതിന്റെ പറയുന്ന പേരെന്താണ്? മല്ലിയില.
മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കേട് ഇത് കൂടിയിട്ട് മിക്സ് ചെയ്യുന്നു. മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നു. ഒരു പ്രാവശ്യം നിബിൻ ഉണ്ടായിട്ട് നല്ലതായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ എൻകറേജ് ചെയ്തു ഈ പ്രാവശ്യം. അപ്പം കുഞ്ഞോടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, നിബിൻ തണ്ടൂരി ചിക്കൻ ഉണ്ടാക്കി തരും, അത് കഴിച്ചിട്ട് നമുക്ക് ഡിന്നറൊക്കെ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഞാൻ ബീഫ് കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ കൂടെ നമ്മൾ നാണാണ് ഉണ്ടാക്കുന്നത്. നാൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മൈദയുടെ മാവെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സിമ്പിളാണ്, ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഓൾറെഡി ഇപ്പോൾ 2+ hours മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പരത്തി ഇനി ചുട്ടാൽ മതി. മഴയും നീ കുക്ക് ചെയ്യുന്നത് തമ്മിൽ ഒരു ബന്ധമില്ല ഒട്ടി. ഓ, മഴയത്ത് കിടന്ന് ഉറങ്ങണോ? എൻ്റെ നോൺ കാണണ്ടേ? ഞാനിത് ചുടാൻ വെച്ചിരിക്കുന്ന നാണാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച നാണാണ്. ഏകദേശം ലുക്ക് വന്നില്ലേ? റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. നമ്മുടെ വീണ സ്റ്റൈലിൻ്റെ റെസിപ്പി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത്. വീണ സ്റ്റൈലിൻ്റെ ചേച്ചിയുടെ റെസിപ്പിയാണ്. ഹായ് അവിടെ കിടന്ന് ഭയങ്കര തുള്ളിച്ചാട്ടം ബഹളമൊക്കെയാണ് കേട്ടോ. ഹായ് കുട്ടാ, ഹായ്. ആവശ്യം പെട്ടെന്ന് അങ്ങ് ചോർന്നു പോയോ? അപ്പം നമ്മുടെ കുഞ്ഞിയും ചിറ്റയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കേക്ക് മുറിക്കണം. കുഞ്ഞാണ് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഫുഡൊക്കെ റെഡിയായി, കേക്കൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേക്ക് മുറിക്കാൻ. ആയിക്കുട്ടൻ അതിന് മുമ്പ് കേക്ക് മുറിക്കുമെന്നൊരു സംശയമുണ്ട്. ഹായുടെ ഹാപ്പി ടു എന്നൊക്കെയാണ് പറയുന്നത്, എങ്ങനെയാകുമെന്ന് അറിയില്ല. പപ്പയെ കേക്ക് ഇഷ്ടപ്പെട്ടോ? പപ്പയ്ക്കൊരു ക്ഷീണം. അപ്പൊ മമ്മിക്കും പപ്പയ്ക്കും വേണ്ടിട്ട് നമ്മളൊരു സ്പാർക്ലിംഗ് ഡ്രിങ്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു വൈൻ ഗ്ലാസ്സിൽ രണ്ടുപേരെയും കൊണ്ട് കുടിപ്പിക്കാൻ പോവാണ്. ഇത് മാംഗോ ആണോ? ആ, ലവ് ഒക്കെ ഉണ്ട്. ഹായു, അത് സ്ട്രോബെറി ആണോ? ഇത് ഹായ് കുട്ട, ഇത് ആരുടെ ഹാപ്പി ടു യു? അമ്മയുടെ പപ്പയുടെ അതെ കേട്ടോ. അമ്മയുടെ മാത്രല്ല പപ്പയുടെ അതെ. അമ്മയുടെയും പപ്പയുടെയും വെഡിങ് ആനിവേഴ്സറിയാ. അമ്മ പപ്പ ഓക്കെ. അമ്മയുടെ മാത്രമാണോ? എന്താ നമ്മൾ പാട്ടൊന്നും പാടത്തല്ലേ? ഹാപ്പി ബർത്ത്ഡേ പാടിരുമ്പോ പപ്പയ്ക്ക് മമ്മി ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോ ഹായ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇപ്പൊ കിട്ടും പറഞ്ഞിട്ട്. നമ്മുടെ ഇതിന്റെ തണ്ടൂരി ചിക്കൻ അപ്പോൾ അത് കളർ വന്നില്ലെന്നേ ഉള്ളൂ, ടേസ്റ്റ് ഒക്കെ തണ്ടൂരി ചിക്കൻ്റെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എഗ് റോസ്റ്റ്, നമ്മുടെ ബട്ടർ നാണും ഉണ്ട്, ഗാർലിക് നാണും ഉണ്ട്, പിന്നെ ബീഫ് കറി. ഇതിന്റെ റെസിപ്പി വേണ്ട ഒരു കമന്റ് ചെയ്യും കേട്ടോ. ഇത് പറഞ്ഞു ഇവിടെ മിൻസോസ് നല്ല അത് ഞാൻ ഒരു റെസിപ്പി കണ്ടിട്ട് അതിന് ഇംപ്രവൈസ് ചെയ്ത കേട്ടോ. പക്ഷെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ. അല്ലേ? അങ്ങനെ 33ാമത് ആഘോഷം സമാപനത്തിലേക്ക് തിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് ഹായ്ക്ക് ഉറക്കം വരാൻ തുടങ്ങി. അതിൻ്റെതായ ഒരു ഓവർ ആക്റ്റീവ്നെസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 8:30 ആകുമ്പോഴത്തേനും നമ്മൾ കിടന്ന് ഉറങ്ങും. 8:30 ആവാറായിട്ടുണ്ട്. നമുക്ക് ഉറങ്ങാം കേട്ടോ. ഓ കൂട്ടിന്ന് കഴിക്കണം. എന്റെ സീറ്റിൽ കയറി ഹായ്കൂട്ടിൽ ഇരുന്നു, അതുകൊണ്ട് എനിക്ക് സീറ്റില്ല അല്ലേ? ഇതെന്താന്നറിയാവോ? ഞാൻ നമ്മളങ്ങനെ ഫുഡൊക്കെ എല്ലാവരും സെറ്റാക്കി കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ തന്തൂരി ചിക്കൻ ആയതുള്ളൂ, ഞാൻ സ്റ്റാർട്ടർ ആയതുള്ളൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മരുമോൾ ഉണ്ടാക്കി തന്നെ? ഞാൻ വാട്ടർ ബോട്ടിലാണ് ഹായുടേത്.
What color is this? കളറൊക്കെ പഠിച്ചു കേട്ടോ ഹാക്കിട്ട്. മൂന്നാല് ബേസിക് കളർ കേട്ടോ. പിങ്ക് പെട്ടതാണ്. ശരിക്കും ഇപ്പൊ ഫേവറേറ്റ് കളർ അവളുടെ ബ്ലൂ ആണെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് ബ്ലൂ വേണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഉത്തരം പറഞ്ഞ് നമ്മളൊരു വഴിയാവും. White plate, yeah.